Okay, go ahead. Good morning from Jebel Hafit. I came up here this morning because I missed the fireworks in Dubai. So I missed the fireworks, but I didn't miss the dawn. Happy New Year. Thank you. Happy New Year! ജബൽ ഹഫീദിന്റെ മുകളിൽ ടെന്റ് കെട്ടുന്ന പരിപാടിയിലാണ് നമ്മുടെ ചങ്സ് എല്ലാവരും. ഇവിടെ തന്നെ സ്റ്റേ ആണ്. ന്യൂ ഇയർ ആയിട്ട് എവിടേക്കും പോകുന്നില്ല. ജബൽ ഹഫീദിന്റെ മുകളിലുള്ള കാഴ്ചകളും മറ്റും കണ്ടിവിടെ വിശ്രമിക്കാനാണ് ഞങ്ങളുടെ തീരുമാനം. ജബൽ ഹഫീദിന്റെ മുകളിലുള്ള ഒരു ഹോട്ടലാണ് ഈ കാണുന്നത്. ഈ ഒരേ ഒരു ഹോട്ടൽ മാത്രമേ ജബൽ ഹഫീദിന്റെ മുകളിലുള്ളൂ. കീമത്ത് ജബൽ ഹഫീദ് ആണ് ഹോട്ടലിന്റെ പേര്. ഇവിടെ നിങ്ങൾക്ക് ചായ അതുപോലെ ചെറിയ സ്നാക്കുകൾ മാത്രമേ കിട്ടുള്ളൂ. മറ്റു ഹോട്ടൽ വിഭവങ്ങളൊന്നും ഇവിടെ നിങ്ങൾക്ക് ലഭിക്കുന്നതല്ല. അപ്പം ഇങ്ങോട്ട് വരുന്ന ആളുകൾ ഭക്ഷണം കയ്യിൽ കരുതുന്നതായിരിക്കും നന്നാവുക. കാരണം വേറൊരു ഹോട്ടലും ഈ ഏരിയയിൽ ഇല്ലാത്തതുകൊണ്ട് നിങ്ങൾക്ക് കഴിക്കാനുള്ള ഭക്ഷണവും കാര്യങ്ങളും നിങ്ങൾ കയ്യിൽ കരുതിയായിരിക്കും ഏറ്റവും ബെറ്റർ ഉണ്ടാവുക. ഓക്കെ. ലോകത്തിലെ 10ൽ ഒന്നായിട്ട് അറിയപ്പെടുന്ന ഒരു നല്ലൊരു ഗ്രേറ്റ് മൗണ്ടെയിൻ ആണ് ഈ ജബൽ ഹഫീത്ത് പറയുന്നത്. അബുദാബി എമിറേറ്റ്സിലുള്ള ഈ ജബൽ ഹഫീത്തിൻ്റെ മൊത്തത്തിലുള്ള ഒരു ഡിസ്റ്റൻസ് എന്ന് പറയുന്നത്, ഇതിൻ്റെ ഒരു ഉയരം 1300 മീറ്ററാണ് ജബൽ ഹഫീത്തിൻ്റെ ഉയരം വരുന്നുള്ളത്. അതുപോലെ തന്നെ റോഡ് ഡിസ്റ്റൻസ് 11.7 കിലോമീറ്ററാണ് ജബൽ ഹഫീത്തിൻ്റെ റോഡിൻ്റെ ഡിസ്റ്റൻസ് വരുന്നത്. കൂടാതെ തന്നെ ഒമാൻ്റെ ബോർഡറിലുള്ള അതുപോലെ തന്നെ ഹജർ എന്നുള്ള മൗണ്ടെയിൻ, അതായത് ഒമാനിലെ ഹജർ മൗണ്ടെയിൻ്റെ ഒരു ഭാഗമാണ് ഈ നമ്മുടെ ഈ ജബൽ ഹഫീത്ത്, അലയിലുള്ള ജബൽ ഹഫീത്ത്. അപ്പം നമുക്ക് ഈ ജബൽ ഹഫീത്തിൽ വന്നു കഴിഞ്ഞാൽ ഒമാൻ്റെ കുറേ ഭാഗങ്ങളും അതുപോലെ തന്നെ അലയിൻ്റെ താഴെ ഭാഗങ്ങളിലുള്ള ഒരുപാട് നല്ല കാഴ്ചകളും ഈ ജബൽ ഹഫീത്തിൻ്റെ മുകളിൽ വന്ന് നമുക്ക് കാണാൻ പറ്റും. രാത്രിയാണെങ്കിലും രാവിലെ ആണെങ്കിലും അടിപൊളി നല്ല നല്ല കാഴ്ചകളാണ് ഈ ജബൽ ഹഫീത്തിൻ്റെ മുകളിൽ വന്ന് നമുക്ക് കാണാൻ പറ്റുന്നത്. അപ്പം എന്തായാലും അലയിലേക്ക് വരുന്നവർ ഈ ജബൽ ഹഫീത്ത് ഒരിക്കലും മിസ് ചെയ്യരുത്. അത്രയ്ക്കും നല്ല മനോഹരമായ കാഴ്ചകളാണ് ജബൽ ഹഫീത്തിൽ വരുന്നത്. അപ്പം നിങ്ങൾ എന്തായാലും ഈ ഒരു ഏരിയ വിസിറ്റ് ചെയ്യുക, അടിപൊളി പ്ലേസാണ്. ഓക്കെ, താങ്ക് യു.
മനോഹരമായിട്ടുള്ള ഒരു കാഴ്ചയാണ് ഈ കാണുന്നത്. ഈ ഒരു വെള്ളത്തിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ ഏതൊരു സമയത്തും ചൂട് ഉള്ള ക്ലൈമറ്റ് ആയാലും തണുത്ത ക്ലൈമറ്റ് ആണെങ്കിലും എല്ലാ സമയത്തും ഇവിടുത്തെ വെള്ളത്തിൽ നല്ല ചൂടാണ് ഇവിടെ ഉണ്ടാവുക. ഇതിനൊരുപാട് ഔഷധ ഗുണങ്ങളൊക്കെ ഉണ്ടെന്നാണ് പറയുന്നത്. കാലിലുള്ള വെള്ളിച്ചകളും മറ്റും മാറാൻ വേണ്ടിയിട്ട് ഈ വെള്ളത്തിൽ കാലിട്ട് വെച്ചാൽ മതി എന്നൊക്കെയാണ് ഇവിടുത്തെ ആളുകൾ പറഞ്ഞു കേൾക്കുന്നത്. അപ്പം അലൈനിലെ ജബൽ ഹഫീസിലേക്ക് വരുന്ന ആളുകളെ തീർച്ചയായിട്ടും ഈ ഒരു സ്ഥലം, അതായത് ഗീം മുബസ്സറയിലെ ഈ ഒരു പാർക്ക് വിസിറ്റ് ചെയ്യാതെ പോകരുത്. കാരണം അലൈൻ നമ്മുടെ ജബൽ ഹഫീസിൻ്റെ തൊട്ട് താഴെ തന്നെയാണ് ഈ ഒരു ഗീം മുബസ്സറ എന്ന് പറയുന്ന ഈ ഒരു സ്ഥലമുള്ളത്. അപ്പം ഇവിടേക്കും എല്ലാവരും ഒന്ന് വിസിറ്റ് ചെയ്തിട്ട് വേണം അലൈനിൽ തിരിച്ചു പോകുക. ഓക്കെ, താങ്ക് യു. ഹായ്, അങ്ങനെ 2019 പുതിയ വർഷം നമ്മൾ ജബൽ ഹഫീദിലെ സൂര്യോദയം കണ്ടിട്ട് തുടങ്ങിയിരിക്കുകയാണ്. അപ്പം ജബൽ ഹഫീദിലെയും ജബൽ ഹഫീദിനെ തൊട്ട് താഴെയുള്ള ഗീം മുബസ്സറയിലും നല്ല കാഴ്ചകൾ നിങ്ങൾക്ക് നേരിട്ട് കാണുന്നുണ്ടെങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും അലയിലേക്ക് ഉടനെ തന്നെ വരിക. അങ്ങനെ എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും ലൈക്ക്, ഷെയർ, സബ്സ്ക്രൈബ്. അപ്പോൾ മറ്റൊരു വീഡിയോയുമായി ഉടനെ നമുക്ക് കാണാം. അതുവരെ എല്ലാവർക്കും ടേക്ക് കെയർ, ബൈ ബൈ, ഹാപ്പി ന്യൂ ഇയർ.